അധ്വാനിച്ചിട്ടും ഫലം കാണാൻ കഴിയാതെ, എത്ര കഷ്ടപ്പെട്ടിട്ടും ഒരു വിജയത്തിൽ എത്തിച്ചേരുവാൻ കഴിയാതെ, എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു ഫലം കാണുവാൻ കഴിയാതെ നിരാശപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? ഭാരപ്പെട്ടിരിക്കുന്ന ജീവിതമാണോ നിങ്ങൾ? തകർച്ചയിലേക്ക് പോയി ജീവിതമെല്ലാം അവസാനിപ്പിക്കുന്നു എന്ന് ചിന്തിച്ചിരിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾക്കൊരു പ്രത്യാശയുടെ സന്ദേശം, ഒരു ബലത്തിൻ്റെ സന്ദേശം നിങ്ങൾക്ക് കൈമാറുന്നു. ഈ ഗോസ്പൽ മീഡിയയിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ചിന്തിക്കാൻ നമുക്കൊരു വേദഭാഗം വായിക്കാൻ. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശീമോനോട്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീനെന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിൻ്റെ വാക്കിന് വലയിറക്കാം എന്ന് പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. മറ്റേ പടകളിലെ കൂട്ടാളികളും വന്ന് സഹായിക്കുവാൻ അവരെ മാടി വിളിച്ചു. അവർ വന്നു 2 പടകും മുങ്ങുമാറാവോളം നിറച്ചു. വളരെ അനുഗ്രഹമേറിയ ഒരു സുപരിചിതമായൊരു വേദഭാഗമാണ് നമുക്ക് വായിക്കാനിടയായി തീർന്നത്. യേശു ഗന്നേസരേത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് ഈ അടുക്കൽ വന്നുകൂടുവാനിടയായി തീർന്നു. അപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നതായിട്ട്. പുരുഷാരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവിടുന്ന് മീൻപിടുത്തക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. അതിനകത്ത് ശീമോനും മീൻപിടുത്തത്തിന് വേണ്ടി കടന്നു വന്ന ഒരു വ്യക്തിയാണ്. ഈ ശീമോനും മീൻ പിടിക്കുവാൻ വേണ്ടി കടന്നു വന്ന് അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ നിരാശയോടെ ഇരിക്കുന്ന ഒരു പത്രോസിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ 2 പടക് ഉണ്ട്. എന്നാൽ ശീമോനുള്ളതായ പടകിൽ യേശു കയറി. 2 പടക് അവിടെ ഉണ്ടായിരുന്നെങ്കിലും ശീമോനുള്ള പടകിൽ യേശു കയറിയതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ശീമോനെ ശൂന്യമായ പടകിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എന്നാൽ യേശു ആ പടകിൽ കയറിയെങ്കിൽ നിശ്ചയമായിട്ടും ഈ ശീമോൻ്റെ പടകിനെ നിറയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് യേശു ആ പടകിൽ കയറിയത്. എന്നിട്ട് ശീമോനോട് കർത്താവ് പറയുന്നുണ്ട്, കരയിൽ നിന്ന് അല്പം നീക്കണം എന്ന് അപേക്ഷിച്ചു. അങ്ങനെ കരയിൽ നിന്ന് അല്പം നീക്കുവാനിടയായി തീർന്നു. കരയെന്ന് പറയുന്നത് ഈ ലോകവുമായിട്ടുള്ള ബന്ധമാണ്. ഈ ലോകത്തിൻ്റെ മായിട്ടുള്ള ബന്ധത്തിലാണ് കര എന്ന് ഉദ്ദേശിക്കുന്നത്. കരയിൽ നിന്ന് അല്പം നീക്കി എന്ന് ശീമോനോട് യേശു അപേക്ഷിച്ചപ്പോൾ, പറഞ്ഞപ്പോൾ ഈ പടകിനെ കരയിൽ നിന്ന് നീക്കി. കരയിൽ നിന്ന് പടകിനെ നീക്കിക്കഴിഞ്ഞപ്പോൾ യേശു ആ പടകിനകത്ത് ഇരുന്നു. ഇന്ന് പകൽക്കാലം ലോകവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നമ്മെ സമർപ്പിക്കാൻ തയ്യാറായാൽ, ദൈവത്തിൻ്റെ അടുക്കലേക്ക് സമർപ്പണത്തോടെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ, ഇന്ന് പകൽ നമ്മുടെ വിഷയത്തെ എൻ്റെ കർത്താവ് ഏറ്റെടുക്കും. നമ്മുടെ പ്രയാസത്തെ കർത്താവ് ഏറ്റെടുക്കും. നമ്മെ ദൈവം കൺട്രോൾ ചെയ്യുവാനിടയായിത്തീരും. അങ്ങനെ അവിടുന്ന് പുരുഷാരത്തെ ഉപദേശിച്ച് സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശീമോനോട്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീനെന്ന് പറഞ്ഞു. ശീമോനോട് യേശു പറയുകയാ, ദൈവവചനം ഒക്കെ ശീമോൻ്റെ പടകിലിരുന്ന് സംസാരിച്ചു. എന്നാൽ ശീമോൻ്റെ പടക് യേശുവിന് വേണ്ടി കൊടുക്കുവാനിടയായി തീർന്നു. ഇനിയും ആ പടക് ശീമോൻ്റെ പടകല്ല, യേശുവിൻ്റെ പടക. യേശുവിന് വേണ്ടി ആ പടക് കൊടുത്തിട്ടുണ്ടെങ്കിൽ യേശുവിന് അതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ യേശുവിന് പ്ലാനുണ്ട്. ഇന്ന് പകൽ ദൈവത്തിന് വേണ്ടി എൻ്റെയും നിൻ്റെയും ജീവിതം ദൈവത്തിന് വേണ്ടി സമ്പൂർണ്ണമായി സമർപ്പിച്ചാൽ നമ്മുടെ ജീവിതത്തിനകത്തൊരു പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ എൻ്റെ ദൈവം മതിയായവനാണ്. അപ്പോൾ ശീമോനോട് ദൈവം പറയുക, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീനെന്ന് പറഞ്ഞു.
അതിന് ശീമോൻ പറയുന്ന ഒരു കുറിവാക്യമാണ് നമ്മൾ വായിച്ചത്. നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എങ്കിലും നിൻ്റെ വാക്കിന് വലയിറക്കാം എന്ന് പറഞ്ഞു. ശീമോൻ പറയുക, കഴിഞ്ഞ രാത്രി മുഴുവനും ഏതാണ്ട് 12 മണിക്കൂർ കടലറിയുന്ന, പടകറിയുന്ന, മീൻ എവിടെയുണ്ടെന്നറിയുന്ന പത്രോസ് രാത്രി മുഴുവൻ 12 മണിക്കൂർ അവിടെ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ നിരാശയോടെ വീട്ടിൽ പോകണമല്ലോ, നിരാശയോടെ ഭവനത്തിലേക്ക് എത്തിച്ചേരണമല്ലോ എന്ന് നിരാശയോടിരിക്കുമ്പോൾ യേശു പറയുവാനിടയായി തീർന്നു, എൻ്റെ വാക്കിന് വലയിറക്കുവീൻ. എങ്കിലും നിൻ്റെ വാക്കിന് വലയിറക്കാമെന്ന് പറഞ്ഞ് ആ പത്രോസ് യേശുവിൻ്റെ വാക്കിന് എന്ന് പറഞ്ഞാൽ, യേശു പറഞ്ഞു ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീനെന്ന് പറഞ്ഞപ്പോൾ യേശുവിൻ്റെ വാക്ക് കേട്ട് അതുപോലെ പത്രോസ് അനുസരിച്ചപ്പോൾ, അവർ അങ്ങനെ ചെയ്തപ്പോൾ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ വാക്ക് കേട്ട് അതുപോലെ അനുസരിച്ചപ്പോൾ, കഴിഞ്ഞ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും കിട്ടാത്ത കാര്യം, കഴിഞ്ഞ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ലഭിക്കാത്ത നന്മ, കഴിഞ്ഞ രാത്രി മുഴുവനും പരിശ്രമിച്ചിട്ടും ലഭിക്കാത്ത അനുഗ്രഹം, യേശുവിൻ്റെ വാക്ക് കേട്ട് അതുപോലെ അനുസരിക്കാൻ തയ്യാറായപ്പോൾ, യേശുവിൻ്റെ വാക്ക് കേട്ട് അതുപോലെ സമർപ്പിക്കാൻ തയ്യാറായപ്പോൾ തൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കാണുവാനിടയായിത്തീർന്നു. ഇന്ന് പകൽ യേശുവിൻ്റെ വാക്കിന് നാം വില കൊടുത്ത് യേശുവിൻ്റെ വാക്കിനനുസരിച്ച് നമ്മളുകളെ എടുത്തു വെക്കാൻ തയ്യാറായാൽ നിശ്ചയമായിട്ടും എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്യുവാൻ എൻ്റെ കർത്താവ് മതിയായ ദൈവമാണ്. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. കൂട്ടാളികളായ സഹായികളെയും മാടി വിളിച്ച് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, പടക് രണ്ടും മുങ്ങമാറാകുവോളം നിറച്ചു. പ്രൈസ് ദി ലോർഡ്. ഒരു പടകാണ് യേശു കയറിയത്, എന്നാൽ അടുത്തൊരു പടകൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ആ 2 പടകൂടെ നിറയ്ക്കത്തക്കവണ്ണം ആ പത്രോസിൻ്റെ പടകിനെ നിറച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ശൂന്യതകളെ മാറ്റി, നമ്മൾ കഷ്ടപ്പെട്ടിട്ടും ഇന്നലകളിൽ കഷ്ടപ്പെട്ടിട്ടും അധ്വാനിച്ചിട്ടും ലഭിക്കാൻ കഴിയാത്തത്, നിറയുവാൻ കഴിയാത്തത്, ശൂന്യത വന്നതിനെ മാറ്റി കർത്താവിൻ്റെ വാക്ക് കേട്ട് നാം അനുസരിക്കുവാൻ തയ്യാറായാൽ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും കിട്ടാത്തത്, അല്ലെങ്കിൽ നാളുകളായി അധ്വാനിച്ചിട്ടും കിട്ടാത്തത്, നാളുകളായി പരിശ്രമിച്ചിട്ടും കിട്ടാത്ത അത്ഭുതങ്ങളെ, അനുഗ്രഹങ്ങളെ നമുക്ക് വേണ്ടി ചെയ്യുവാൻ ദൈവം വിശ്വസ്തനാണ്. അവിടെ ഇങ്ങനെ ഒരിക്കൽ കൂടി വായിക്കുന്നു, നിൻ്റെ വാക്കിന് വലയിറക്കാം എന്ന് പറഞ്ഞപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി എന്ന് പറയുന്നത് പോലെ ഇന്നലകളിൽ അധ്വാനിച്ചിട്ട് കിട്ടാത്ത നന്മ, ഇന്നലകളിൽ പരിശ്രമിച്ചിട്ട് ലഭിക്കാത്ത നന്മ, ഇന്നലകളിൽ ഹല്ലേലൂയ സ്തോത്രം ഒത്തിരി അധ്വാനിച്ചിട്ടും നിരാശപ്പെട്ടിരിക്കുന്ന ദൈവപൈതലേ, പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലാതെ ഭാരപ്പെടുന്ന ദൈവപൈതലേ, കണ്ണുനീരൊഴുക്കിയിട്ടും വേണ്ട വിധത്തിൽ വിടുതൽ ലഭിക്കാൻ കഴിയാതിരിക്കുന്ന ദൈവപൈതലേ, ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ വാക്കിനനുസരിച്ച് സ്റ്റെപ്പ് എടുത്തു വെക്ക്. നിശ്ചയമായിട്ട് ദൈവം നിന്നെ വിടുവിപ്പാൻ സഹായിപ്പാൻ ശക്തനായ ദൈവവചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ, ആമേൻ.